ഒരു പ്രവാസി ഏതെങ്കിലും ഒരു ബിസിനസ് നടത്താൻ വന്നേ, ഈയിടെ ആയിട്ട് നാളാന്ന് ഈ ഒരാളൊരു കാർ വാഷിംഗ് കേന്ദ്രം നടത്താനായിട്ട് വന്നു. അയാൾ അവിടെ കിടന്ന് കഴിയുന്നിട്ട് പോരാഞ്ഞിട്ട് ആ പാവം ഇവിടെ കൊണ്ടുവന്ന് ഏതാണ്ട് 1.5 കോടി രൂപ അതിൽ മുടക്കി കേട്ടോ. മുടക്കി കഴിഞ്ഞിട്ട് അയാൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ, അയാൾക്കത് തുടങ്ങാൻ പറ്റിയിട്ടില്ല. ദേശാഭിമാനി പണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു പാവപ്പെട്ട ഒരാളാണ്. അയാൾക്കത് തുടങ്ങാൻ പറ്റിയില്ല, ഒരു മാർഗ്ഗമില്ല. ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, ആളുകളെ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തനമായിരുന്നു അയാൾ, വിദേശത്ത് ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. എന്നിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാക്കാൻ പോയത്. ആ കാറ് വാഷ് ചെയ്യാൻ പോയിട്ട് ആ കാറിൻ്റെ അതിൻ്റെ പരിസരത്തേക്ക് എല്ലാം ഉണ്ടതില്ല. അതാ കാര്യം. അതെല്ലാം തല്ലിപ്പൊളിച്ചു, നശിപ്പിച്ചു, ഒരുപാട് ഉപദ്രവിച്ചു അയാളെ. അവിടെ ആ രീതിയിലായി. അയാൾ അത്ര കടം കയറി നടക്കുകയാണ്. ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷനുമായിട്ട് ചോദിച്ചുകൊണ്ട് നടക്കുക പാവം. ഇതുപോലെയാണ്. എന്നിട്ട് നിക്ഷേപ സൗഹൃദം